നമ്മളെല്ലാവർക്കും അഭിമാനത്തിൻ്റെയും ആദവത്തിൻ്റെയും ദിവസമാണ് ഇതേ ദിവസം. 1947 നമുക്ക് വീണ്ടും മറന്നു. ടീച്ചേഴ്സ് അവസാന നിമിഷം സ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ല ദീദി, തെറ്റ് ശരിക്കും എൻ്റേതാണ്. ഞാൻ നാളെ നോക്കാം എന്ന് വിചാരിച്ച് മുഴുവൻ സമയവും മൊബൈലിൽ തന്നെ ആയിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാവരും വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ പേടി തോന്നുന്നു. നോക്കൂ ആരവ്, ആദ്യം താരതമ്യം ചെയ്യാതിരിക്കൂ. നീ നിന്റെ ബെസ്റ്റ് നൽകൂ, അത്രമാത്രം. ആ കാര്യം ശരിയാണ് ദീദി, എന്നാൽ എന്തു ചെയ്യാനാ, ഈ സ്പീച്ച് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ആരവ്, മനസ്സിനെ ശാന്തമാക്കൂ. അപ്പോഴേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂ. നീ അല്പം മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ. അത് നിന്നെ തീർച്ചയായും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്കൊരു സിമ്പിൾ ബട്ട് പവർഫുൾ ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. പറയൂ ദീദി, ഞാൻ ഇപ്പൊ തന്നെ പരീക്ഷിച്ചു നോക്കാം. ശരി, നോക്കാം. വേണ്ട, കണ്ണുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. കേവലം തൻ്റെ കണ്ണുകളെ ദൂരെ എവിടെയെങ്കിലും ഏകാഗ്രമാക്കൂ. എന്നിട്ട് ചിന്തിക്കൂ. എങ്ങനെ? അതാ ആ മരങ്ങൾക്കിടയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ സൂര്യപ്രകാശത്തിലേക്ക് നോക്കൂ. ഭൂമധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശബിന്ദുവായി സ്വയത്തെ അനുഭവം ചെയ്യൂ. ഈ പ്രകാശമാണ് ഞാൻ. ഈശ്വരനും എന്നെപ്പോലെ ഒരു പ്രകാശബിന്ദുവാണ്. ആ ഈശ്വരന്റെ ശക്തി എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശക്തിശാലിയായി മാറുകയാണ്. ഈശ്വരന്റെ പ്രകാശത്താൽ എൻ്റെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും കുറ്റബോധങ്ങളും ആസക്തികളും ഇല്ലാതാകുകയാണ്. ഞാൻ സ്വയം ശക്തിശാലിയായി അനുഭവം ചെയ്യുന്നു. ശരിയാണ് ദീദി, എനിക്ക് വളരെ നന്നായി തോന്നുന്നു. ഞാൻ ശരിക്കും ശക്തിശാലിയായി അനുഭവം ചെയ്യുന്നു. താങ്ക് യു ദീദി, താങ്ക് യു സോ മച്ച്. നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഹാർദമായ ആശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 15, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം നമുക്ക് എല്ലാവർക്കും അഭിമാനത്തിന്റെയും ആദരവിന്റെയും ദിവസമാണ്. 1947 ഇതേ ദിവസമാണ് നമ്മുടെ രാഷ്ട്രം വർഷങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. തന്റെ ജീവനെ കുറിച്ച് പോലും ചിന്തിക്കാതെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ എല്ലാ വീരപൗരന്മാരെയും ഓർമ്മ വരുന്നു. നമുക്കൊന്നായി നമ്മുടെ ഭാരതത്തെ ഇനിയും കൂടുതൽ ശക്തവും വികസിതവുമാക്കാം. നമുക്ക് പുത്തൻ വിദ്യകളും അറിവുകളും പഠിച്ച്, അതുപോലെ നൈതിക മൂല്യങ്ങളും നിയമങ്ങളും പാലിച്ച് നമ്മുടെ രാജ്യത്തെ ഇനിയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാം. രാഷ്ട്ര സേവനം കേവലം സൈനികരുടെ മാത്രം ജോലിയല്ല, എന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതെ, നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ സത്യസന്ധരായി സമൂഹത്തിന് സമർപ്പിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റണം. കൂടാതെ സ്വാതന്ത്ര്യം എന്നത് കേവലം ബാഹ്യമായ ഒന്നല്ല. അതിനാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തമാകണം. നമ്മിലുള്ള ഭയം, കുറ്റബോധം, താരതമ്യപ്പെടുത്തൽ, ആസക്തി, ഇതിൽ നിന്നെല്ലാം നമുക്ക് മുക്തമാകണം. എപ്പോഴാണോ നമ്മൾ പരമാത്മാവായ ഈശ്വരനെ ഓർമ്മിക്കുന്നത്, അപ്പോഴാണ് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഞാനൊരു പ്രകാശമായ അനശ്വര ആത്മാവാണെന്ന് ചിന്തിച്ച് പരമാത്മാവിനെ ഓർമ്മിക്കൂ. അങ്ങനെ ആ പരമാത്മാവിന്റെ ശക്തി പ്രാപ്തമാക്കി ആന്തരികവും ബാഹ്യവുമായ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കിനി അനുഭവിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാം. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഒരിക്കലും കുറയാൻ അനുവദിക്കില്ല. ജയ് ഹിന്ദ്, വന്ദേ മാതരം.